മോസ്കോയിൽ റഷ്യൻ യാത്രാ വിമാനം തകർന്നു വീണു. വിമാനത്തിലുണ്ടായിരുന്ന 65 യാത്രക്കാരും 6 ജീവനക്കാരും മരിച്ചതായി റിപ്പോർട്ടുകൾ. വാർത്തയുടെ വിശദാംശങ്ങളുമായി ആനന്ദ് ചേരുന്നു. ആനന്ദ്, എവിടെ വെച്ചാണ് അപകടം നടന്നത്? ഈ റിപ്പോർട്ടുകൾ പുറത്തുവരുന്ന രീതിയിൽ സ്ഥിരീകരിക്കാൻ തക്കവണ്ണം എന്തെങ്കിലും മൃതദേഹങ്ങളോ വിമാനത്തിന്റെ അവശിഷ്ടങ്ങളോ കണ്ടെത്തിയിട്ടുണ്ടോ? റഷ്യയിലെ തലസ്ഥാനമായ മോസ്കോയിൽ നിന്നാണ് വിമാനം പറന്നുയർന്നത്. ദേദോ ദോമാവോ എന്ന വിമാനത്താവളത്തിൽ നിന്ന് വിമാനം പറന്നുയർന്ന് വളരെ പെട്ടെന്ന് തന്നെ റഡാറിൽ ഈ വിമാനം അപ്രത്യക്ഷമാവുകയും വളരെ കുറച്ച് സമയത്തിനുള്ളിൽ അർഗുനോവോ എന്ന ഗ്രാമപ്രദേശത്ത് ഈ വിമാനം തകർന്നു വീഴുകയുമായിരുന്നു. ഇതിന്റെ ആ വിശാലമായ ഗ്രാമപ്രദേശത്ത് ആകെ വിമാനത്തിന്റെ ചിതറിയ അവശിഷ്ടങ്ങളുണ്ട്. രേഷ്മ ചോദിച്ചതുപോലെ 2 മൃതദേഹങ്ങളാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. പക്ഷേ വിമാനത്തിലുണ്ടായിരുന്ന 71 പേര് മരിച്ചതായി തന്നെയാണ് വാർത്താ ഏജൻസികളെല്ലാം സ്ഥിരീകരണം നടത്തുന്നത്. കാരണം വിമാനം പറന്നുയർന്ന് ആകാശത്തിൽ നിന്ന് തകർന്നു വീഴുമ്പോൾ മറ്റ് സാധ്യതകളൊന്നും, രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള സാധ്യതകളൊന്നും നമുക്ക് മുന്നിൽ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കഴിയില്ല. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പുറത്തുവിടുന്ന വാർത്താ ഏജൻസികളെല്ലാം തന്നെ ഇതിനകത്തുണ്ടായിരുന്ന വിമാനത്തിൽ സഞ്ചരിച്ചിരുന്ന 65 യാത്രക്കാരും 6 ജീവനക്കാരും വിമാന ജീവനക്കാരും ഉൾപ്പെടെ 71 പേരും മരണപ്പെട്ടതായി തന്നെയുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നത്. രേഷ്മ, ആനന്ദ്, ഔദ്യോഗികമായി അപകട കാരണത്തെ പറ്റി എന്തെങ്കിലും സ്ഥിരീകരണങ്ങൾ നമുക്ക് ഇതുവരെ ലഭ്യമായിട്ടുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറിയാണെന്നോ സാങ്കേതിക തകരാറുകളാണെന്നോ നിലയിലുള്ള അത്തരം ഒരു സ്ഥിരീകരണവും നമുക്കിപ്പോൾ ലഭ്യമല്ല. ഏതായാലും റഷ്യയുടെ ആഭ്യന്തര വിമാനമായ ആന്റനോവ് AN-148 എന്ന വിമാനമാണ് തകർന്നു വീണത് എന്ന നിലയിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഉക്രൈനിയൻ കമ്പനിയാണ് ഈ വിമാനത്തിന്റെ നിർമ്മാതാക്കൾ എന്ന നിലയിലുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഏതായാലും 65 യാത്രക്കാരും 6 ജീവനക്കാരും ഉൾപ്പെടെ 71 പേരും മരിച്ചതായുള്ള റിപ്പോർട്ടുകൾ സ്ഥിരീകരിക്കാവുന്ന നിലയിൽ തന്നെയാണ് വാർത്താ ഏജൻസികൾ പുറത്തുവിടുന്ന ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ വരുന്നത്. അർഗനോ എന്ന ഗ്രാമത്തിലാണ് ഇത് തകർന്നു വീഴുന്നത്. പറന്നുയർന്ന് വളരെ പെട്ടെന്ന് തന്നെ ഇത് റഡാറിൽ നിന്ന് അപ്രത്യക്ഷമാവുകയും തകർന്നു വീഴുകയുമായിരുന്ന നിലയിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഏതായാലും വാർത്ത വളരെ വേദനാജനകമായി തന്നെയാണ് നമ്മൾ വിലയിരുത്തപ്പെടുന്നത്. കാരണം 71 പേരുടെ വലിയ ഒരു നഷ്ടം ആയി തന്നെ ഈ അപകടം മാറും എന്ന സൂചന തന്നെയാണ് പുറത്തു വരുന്നത്. രേഷ്മ, മോസ്കോയിൽ റഷ്യൻ യാത്രാ വിമാനം തകർന്നു വീണു. വിമാനത്തിലുണ്ടായിരുന്ന 65 യാത്രക്കാരും 6 ജീവനക്കാരും മരിച്ചതായി റിപ്പോർട്ട്. വാർത്തയുടെ വിശദാംശങ്ങളാണ് ആനന്ദ് നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. മുൻ മന്ത്രി കെ ബാബു വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചതായി വിജിലൻസ് കണ്ടെത്തി. ബാബുവിന്റെ സ്വത്തിന്റെ 45% അനധികൃതമാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. അന്തിമ റിപ്പോർട്ട് അന്വേഷണ സംഘം 10 ദിവസത്തിനകം വിജിലൻസ് ഡയറക്ടർക്ക് സമർപ്പിക്കും. അനധികൃത സ്വത്ത് സംബന്ധിച്ച് കെ ബാബുവിന്റെ വിശദീകരണം തൃപ്തികരമല്ലെന്ന് വിജിലൻസ് കേന്ദ്രങ്ങൾ വ്യക്തമാക്കി. വരവിൽ കവിഞ്ഞ സ്വത്ത് ബാബു സമ്പാദിച്ചതായി വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. തന്റെ 45% സ്വത്തിന്റെ സ്രോതസ് വിശ്വസനീയമാം വിധം ബോധ്യപ്പെടുത്താൻ ബാബുവിന് കഴിഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് അന്വേഷണ സംഘം തുടർ നടപടികളിലേക്ക് കടക്കുന്നത്. അന്തിമ റിപ്പോർട്ട് 10 ദിവസത്തിനകം വിജിലൻസ് ഡയറക്ടർക്ക് സമർപ്പിക്കും. അന്വേഷണം അന്തിമഘട്ടത്തിലെത്തിയപ്പോൾ ബാബുവിൽ നിന്ന് ഒരിക്കൽ കൂടി അന്വേഷണ സംഘം വിശദീകരണം തേടിയിരുന്നു. അതിന്റെ ഭാഗമായി തൃപ്പൂണിത്തുറയിലെ വീട്ടിലെത്തി വീണ്ടും മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. താൻ MLAയും മന്ത്രിയുമായിരുന്ന കാലയളവിൽ ലഭിച്ച യാത്രാബത്ത കൂടി വരുമാന സ്രോതസ്സായി കണക്കാക്കണമെന്നായിരുന്നു ബാബുവിന്റെ ആവശ്യം. ഇത് ഭാഗികമായി അംഗീകരിക്കുന്നതായി അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു. മക്കളുടെ വിവാഹ സമയത്ത് ലഭിച്ച സമ്മാനങ്ങളും ഭാര്യയുടെ വീട്ടുകാർ നൽകിയ സ്വത്തും വരുമാന സ്രോതസ്സായി കണക്കാക്കണമെന്ന ബാബുവിന്റെ ആവശ്യം അന്വേഷണ സംഘം അംഗീകരിച്ചില്ല. കഴിഞ്ഞ 1 വർഷത്തിലധികമായി നടന്നുവരുന്ന അന്വേഷണം പൂർത്തിയാക്കിയാണ് കൊച്ചി യൂണിറ്റ് വിജിലൻസ് ഡയറക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. അന്വേഷണത്തിന്റെ ഭാഗമായി ബാബുവിന്റെയും മക്കളുടെയും വീടുകളിലും നിരവധി സ്ഥാപനങ്ങളിലും ബാങ്ക് ലോക്കറുകളിലുമൊക്കെ വിജിലൻസ് സംഘം പരിശോധന നടത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വിജിലൻസ് ഡയറക്ടർ തസ്തിക എക്സ്കേഡറാക്കി മാറ്റണമെന്നാവശ്യപ്പെട്ട സംസ്ഥാനം കേന്ദ്രത്തിന് കത്തയച്ചു. നിലവിലുള്ള DGPമാർക്ക് മറ്റ് ചുമതലകൾ ഉള്ളതിനാൽ എക്സ്കേഡർ റാങ്കിലുള്ള ആരെയെങ്കിലും നിയമിക്കാൻ അനുമതി നൽകണമെന്നാണ് കത്തിലെ ആവശ്യം. ഈ മാസം 15-നകം വിജിലൻസ് ഡയറക്ടറെ നിയമിക്കണമെന്ന കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടികൾ. നിലവിൽ DGP കേഡറിലുള്ളതാണ് വിജിലൻസ് ഡയറക്ടറുടെ തസ്തിക. അത് എക്സ്-കേഡർ തസ്തികയിലേക്ക് മാറ്റണമെന്നാണ് സംസ്ഥാനം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. ഇക്കാര്യം ആവശ്യപ്പെട്ട് സംസ്ഥാനം കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിന് കത്തയച്ചു. നിലവിൽ കേഡർ തസ്തികയിലേക്ക് നിയമിക്കാൻ യോഗ്യതയുള്ള 4 DGPമാരാണ് സംസ്ഥാനത്തുള്ളത്. സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റയ്ക്ക് പുറമെയുള്ളവരിൽ ഒരാൾ സസ്പെൻഷനിലാണ്. 3-ാമത്തെയാൾ ദില്ലിയിലും 4-ാമത്തെയാൾ എക്സൈസ് കമ്മീഷണറുടെ നിർണായക തസ്തികയിലുമാണ്. അതുകൊണ്ട് വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്തേക്ക് നിയമിക്കാൻ ആളില്ല എന്നതാണ് സംസ്ഥാനം കത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഈ സാഹചര്യത്തിൽ കേഡർ തസ്തിക എന്നത് എക്സ്-കേഡറാക്കി താഴ്ത്തിയാലേ നിയമനം നടത്താനാകൂ എന്നും കത്തിൽ സംസ്ഥാന സർക്കാർ വ്യക്തമാക്കുന്നു. ഈ മാസം 15-നകം വിജിലൻസ് ഡയറക്ടറെ നിയമിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ച സാഹചര്യത്തിൽ കൂടിയാണ് സംസ്ഥാനം കേന്ദ്രത്തിന് കത്തയച്ചത്. എക്സ്-കേഡർ തസ്തികയാക്കാൻ കേന്ദ്ര അനുമതി ലഭിച്ചാൽ സംസ്ഥാനത്തിന് DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ വിജിലൻസ് മേധാവി സ്ഥാനത്തേക്ക് നിയമിക്കാനാകും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.
എക്സ്ക്ലൂസീവ്. LLB പരീക്ഷയിൽ മാർക്ക് തിരുത്താൻ VT ബൽറാമിനെ സഹായിച്ച പ്രിൻസിപ്പലിനെതിരെ ശിക്ഷാ നടപടികൾ എടുത്തതിന്റെ രേഖകൾ പുറത്ത്. മാർക്ക് തിരുത്തിയതിന് പ്രിൻസിപ്പൽ രാജശേഖരൻ നായരെ സ്ഥലം മാറ്റിയത് എറണാകുളത്തേക്ക്. പരീക്ഷാ ചുമതലകളിൽ നിന്നും രാജശേഖരൻ നായരെ ഒഴിവാക്കി. സർക്കാർ ഉത്തരവിന്റെ പകർപ്പ് പീപ്പിൾ ടിവിക്ക് ലഭിച്ചു. VT ബൽറാം MLA LLB 5ാം സെമസ്റ്റർ പരീക്ഷയുടെ ഡ്രാഫ്റ്റിംഗ് കൺവെൻസിംഗ് പരീക്ഷയുടെ മാർക്ക് തിരുത്തിയ വാർത്ത കഴിഞ്ഞ ദിവസമാണ് പീപ്പിൾ പുറത്തുവിട്ടത്. രേഖകൾ സഹിതമായിരുന്നു പീപ്പിളിന്റെ വാർത്ത. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മാർക്ക് തിരുത്തിയതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭിച്ചത്. മാർക്ക് തിരുത്താൻ ബൽറാമിനെ സഹായിച്ചത് അന്ന് കോളേജ് പ്രിൻസിപ്പലായിരുന്ന ഡോക്ടർ രാജശേഖരൻ നായരായിരുന്നുവെന്ന് യൂണിവേഴ്സിറ്റി അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയിരുന്നു. സാങ്കേതിക പിഴവ് എന്നായിരുന്നു പ്രിൻസിപ്പൽ യൂണിവേഴ്സിറ്റിക്ക് നൽകിയ വിശദീകരണം. എന്നാൽ അന്വേഷണ സംഘം നടത്തിയ വിശദമായ അന്വേഷണത്തിൽ പ്രിൻസിപ്പൽ മനഃപൂർവ്വം ബൽറാമിന് മാർക്ക് കൂട്ടി നൽകിയെന്ന് കണ്ടെത്തി. അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൽ ഇക്കാര്യം എടുത്തു പറയുന്നുമുണ്ട്. റിപ്പോർട്ടിന്റെ പകർപ്പ് പീപ്പിളിന് ലഭിച്ചു. രാജശേഖരൻ നായർക്കെതിരെ കടുത്ത നടപടിക്കാണ് അന്വേഷണ സംഘം ശുപാർശ ചെയ്തത്. ഈ ശുപാർശ അംഗീകരിച്ച കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് ഇക്കാര്യം സർക്കാരിലേക്ക് റിപ്പോർട്ട് ചെയ്തു. തുടർന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഇദ്ദേഹത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കുകയായിരുന്നു. രാജശേഖരൻ നായരെ എറണാകുളം ലോ കോളേജിലേക്ക് സ്ഥലം മാറ്റി. കൂടാതെ എല്ലാ പരീക്ഷാ ചുമതലകളിൽ നിന്നും ഇദ്ദേഹത്തെ മാറ്റി നിർത്തണമെന്നാവശ്യപ്പെട്ട് മുഴുവൻ യൂണിവേഴ്സിറ്റികൾക്കും സർക്കാർ നിർദ്ദേശം നൽകുകയും ചെയ്തു. സർക്കാർ നടപടി സ്വീകരിച്ചുകൊണ്ടുള്ള ഉത്തരവിന്റെ പകർപ്പും പീപ്പിളിന് ലഭിച്ചു. അന്വേഷണ കാലഘട്ടത്തിൽ രാജശേഖരൻ നായർ തിരുവനന്തപുരം ലോ കോളേജിലേക്ക് സ്ഥലം മാറിപ്പോയിരുന്നു. പിന്നീട് സർക്കാർ നടപടി പ്രകാരം ഇദ്ദേഹത്തെ തിരുവനന്തപുരത്ത് നിന്നും എറണാകുളം ലോ കോളേജിലേക്ക് സ്ഥലം മാറ്റുകയായിരുന്നു. PV കുട്ടൻ, കോഴിക്കോട്. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുന്നു. ജീവനക്കാരും തൊഴിലാളികളും കൃഷിക്കാരും മറ്റ് സന്നദ്ധതയുള്ള മറ്റു വിഭാഗങ്ങളും ഡോക്ടർമാരും എഞ്ചിനീയർമാരും വ്യവസായികളും കച്ചവടക്കാരും എല്ലാവരും ഇതിൽ സഹായിക്കാൻ തയ്യാറായിട്ടുണ്ട്. നമ്മുടെ നാടിൻ്റെ ഇത്തരത്തിലൊരു ഫണ്ട് സമാഹരിക്കുന്ന ചരിത്രത്തിൽ വലിയ തുകയാണ് ഇതിൻ്റെ ഭാഗമായി നാട് നൽകാൻ തയ്യാറായിട്ടുള്ളത്. അത് നമ്മുടെ സംസ്ഥാനത്തെ തീരദേശ സംരക്ഷണത്തിനു വേണ്ടി ഉപയോഗിക്കുക എന്നതാണ് നേരത്തെ തന്നെ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നത്. ഇപ്പോൾ നിങ്ങളെല്ലാവരുടെയും ശ്രദ്ധയിലുണ്ടാവും, സർക്കാർ അവതരിപ്പിച്ച ബജറ്റിൽ തീരദേശ സംരക്ഷണത്തിനായി 2000 കോടി രൂപ ചെലവഴിക്കുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മുടെ നാട് സാമ്പത്തികമായി വലിയ പ്രയാസം അനുഭവിക്കുന്നൊരു നാടാണ്. എങ്കിലും വലിയ തോതിലുള്ള ദുരിതക്കയത്തിലായ തീരദേശത്തെ കുടുംബങ്ങളെയും തൊഴിലാളികളെയും സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്ന ദൗത്യമാണ് ഏറ്റെടുത്തിട്ടുള്ളത്. അതിന് എല്ലാവരുടെയും പിന്തുണ ലഭിക്കുന്നുവെന്നത് അങ്ങേയറ്റം സ്വാഗതാർഹമായ കാര്യമാണ്. അവിടെയാണ് ഓഗി ദുരന്തബാധിതർക്കായി ഇവിടെ സായി ഗ്രാമം മുൻകൈയെടുത്തുകൊണ്ട് ഒരു പദ്ധതി തയ്യാറാക്കിയത്. ആ കുടുംബങ്ങൾക്ക് സഹായം നൽകുന്നതിന് വേണ്ടി തയ്യാറാക്കിയ ഒരു പദ്ധതി നമ്മുടെ സത്യസായി ഓർഫനേജ് ട്രസ്റ്റും ടാറ്റ ട്രസ്റ്റും കൂടിയുള്ള ഒരു പരിപാടിയാണ് സായി ഹസ്ത എന്നത്. അതും നല്ല സ്വാഗതാർഹമായ ഒരു കാര്യമാണ്. ഇത് വീടുകളിൽ ഭക്ഷ്യധാന്യം എത്തിക്കുന്ന ഒരു പരിപാടിയാണ് ഇതിൻ്റെ ഭാഗമായി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ധാന്യം ഇപ്പോൾ തന്നെ കുറേ ഭാഗം എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. മാതൃകാപരമായ അത്തരമൊരു പരിപാടിക്ക് തുടക്കം കുറിക്കാൻ തയ്യാറായ സത്യസായി
ട്രസ്റ്റിനെ ഈ ഘട്ടത്തിൽ ഹാർദമായി അഭിനന്ദിക്കട്ടെ. ഇത്തരമൊരു കാര്യത്തിൽ സഹകരിക്കാൻ തയ്യാറായ ടാറ്റ ട്രസ്റ്റിനെയും ഹാർദമായി അഭിനന്ദിക്കുന്നു. ഒരു പ്രത്യേകതയുള്ളത്, ഇന്നെന്തോ ഇതിനൊരു പ്രത്യേകതയുള്ളൊരു ദിവസമാണെന്നാണ് തോന്നുന്നത്. ഈ പരിപാടി കഴിഞ്ഞിട്ട് ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ തിരുവനന്തപുരത്തുണ്ട് എന്ന് പറഞ്ഞത്, അത് ഈ കുടുംബങ്ങൾക്ക് മാതാ അമൃതാനന്ദമയി മഠം നൽകുന്ന ഒരു ഫണ്ട് സ്വീകരിക്കുന്നതിനുള്ളതാണ്. ഇത് കഴിഞ്ഞിട്ടാണ് ആ പരിപാടിക്ക് പോകേണ്ടത്. അവർ ഓരോ കുടുംബത്തിനും 1 ലക്ഷം വീതം നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് സർക്കാരിനെ ഏൽപ്പിക്കുകയായിരിക്കും. സർക്കാർ അത് അവർക്ക് കൊടുക്കുക. കൊടുക്കുന്നതിന് സർക്കാർ നിശ്ചയിച്ച മാനദണ്ഡമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുക്കുക എന്നുള്ളതാണ് അവർ കണ്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയൊരു പൊരുത്തം ഈ ദിനത്തിന് വന്നിട്ടുണ്ട് എന്ന പ്രത്യേകതയും ചൂണ്ടിക്കാണിക്കുകയാണ്. ഇവിടെ സത്യസായി ട്രസ്റ്റിനെ കുറിച്ച് ശ്രീ ആനന്ദകുമാർ സംസാരിച്ച കാര്യങ്ങൾ അത് അങ്ങേയറ്റം പ്രത്യേകതയുള്ള ഒന്ന് തന്നെയാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഇപ്പോൾ പോകാൻ തയ്യാറാകുന്നില്ല. ആധ്യാത്മിക രംഗത്ത് പ്രവർത്തിക്കുന്ന പല വ്യക്തികളിൽ നിന്നും സംഘടനകളിൽ നിന്നും ട്രസ്റ്റുകളിൽ നിന്നും വ്യത്യസ്തമായൊരു നില സത്യസായി ട്രസ്റ്റിന് സ്വീകരിക്കാൻ കഴിയുന്നുണ്ട് എന്നത് നല്ലൊരു കാര്യമാണ്. ഏറ്റവും വലിയ പ്രത്യേകത നൽകുന്ന സേവനത്തിലൂടെ കൂടുതൽ ലാഭമുണ്ടാക്കാൻ ആധ്യാത്മിക രംഗത്തുള്ളവർ തന്നെ പലരും മെനക്കെടുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ സായിബാബ ജീവിച്ചിരുന്ന കാലത്ത് തന്നെ ആശുപത്രിയെക്കുറിച്ചായിരുന്നു എനിക്കറിയാവുന്നത്. മറ്റ് സ്ഥാപനങ്ങളെക്കുറിച്ച് ഞാനധികം കേട്ടിരുന്നില്ല. കേൾക്കാത്തതിൻ്റെ കുറവെന്ന് മാത്രം കണ്ടാൽ മതി, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. ആശുപത്രിയിൽ പോയവർ വന്ന് പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് അന്നേ അറിയായിരുന്നു. ആശുപത്രിക്കകത്ത് ഒരു ഫീസും കൊടുക്കാതെ, ഒരു ചാർജും ഈടാക്കാതെ ലോകപ്രശസ്തരായ ബിഷപ്പുരന്മാർ വന്ന് ചികിത്സ നടത്തുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. എല്ലാവരും സേവനം എന്നതാണ് അവിടെ സ്വീകരിച്ചിട്ടുള്ള മുദ്രാവാക്യം. അതിൻ്റെ ഭാഗമായി ചിലർ ഈ സായിബാബയുടെ ആധ്യാത്മിക രംഗത്ത് പ്രവർത്തിക്കുന്ന ചില ആളുകൾ ഓരോ പ്രദേശത്ത് നിന്ന് ആ ആശുപത്രിയിൽ തന്നെ ഒരു ഘട്ടത്തിൽ വളണ്ടിയർമാരായി പോയി സേവനം നടത്തുന്നത് ഒരു കാലമുണ്ടായിരുന്നു. ഇപ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് അങ്ങനൊരു കാലം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. ഇപ്പോൾ ചിലപ്പോൾ അത് തുടരുന്നുണ്ടാകാം. തോന്നയ്ക്കൽ സത്യസായി ഗ്രാമത്തിൽ ഓഖി ദുരിതബാധിതർക്ക് നൽകുന്ന സഹായ വിതരണ പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കെടുകാര്യസ്ഥതയുടെ കേന്ദ്രമായി കേരള സർവകലാശാല. സർവകലാശാലയുടെ അക്കൗണ്ടിൽ കോടികൾ ഉണ്ടായിട്ടും കേടായ പ്രിന്റർ മാറ്റാൻ പോലും നടപടികളില്ല. സർട്ടിഫിക്കറ്റിൽ കറുത്ത വര വീഴുന്നതിനാൽ സർട്ടിഫിക്കറ്റുകൾ PSCയും പരിഗണിക്കുന്നില്ല. കേരള സർവകലാശാലയ്ക്ക് കീഴിൽ പഠിക്കുന്ന 1 ലക്ഷം വിദ്യാർത്ഥികളുടെ മാർക്ക് ലിസ്റ്റ് അച്ചടിക്കുന്ന പ്രിന്റർ വാങ്ങിയത് വർഷങ്ങൾക്ക് മുമ്പാണ്. അമിതമായ ഉപയോഗവും കാലപ്പഴക്കവും കൊണ്ട് പ്രിന്റർ കേടായി. നിലവിൽ സർവകലാശാല നൽകുന്ന സർട്ടിഫിക്കറ്റിന്റെ നടുവിലൂടെ ഒരു കറുത്ത വര കടന്നുപോകുന്നു. കേടായ പ്രിന്റർ ഉപയോഗിച്ച് നിർമ്മിച്ചെടുക്കുന്ന മാർക്ക് ലിസ്റ്റ് PSC അടക്കമുള്ളവർ നിരസിക്കുന്നു എന്നത് വിദ്യാർത്ഥികളുടെ പരാതിയാണ്. വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന നിരവധി ഉദ്യോഗാർത്ഥികളുടെ സർട്ടിഫിക്കറ്റിൽ കമ്പനി സംശയം പ്രകടിപ്പിച്ചിരിക്കുന്നതും അത് പരാതിയായി സർവകലാശാല അധികാരികളുടെ മുന്നിലെത്തുന്നതും നിത്യക്കാഴ്ചയാണ്.
വിദ്യാർത്ഥികളുടെ പഠനം അവതാളത്തിലായി. 36ഓളം വരുന്ന പി ജി കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് നെറ്റ് അടക്കം ക്വാളിഫിക്കേഷൻ നേടി ഉയർ ജോലിക്ക് തൊഴിലിനടക്കം കയറാൻ കഴിയാത്തൊരു സാഹചര്യം നിലവിൽ നിലനിൽക്കുന്നുണ്ട്. പരീക്ഷാ വിഭാഗത്തിന്റെ പ്രവർത്തനം അടിയന്തരമായി മെച്ചപ്പെടുത്താൻ 160 കമ്പ്യൂട്ടറും 40 പ്രിന്ററും വേണമെന്നാവശ്യപ്പെട്ട് പരീക്ഷാ വിഭാഗം 6 മാസങ്ങൾക്ക് മുമ്പ് വൈസ് ചാൻസലറുടെ ഓഫീസിന് നൽകിയ ഫയൽ പണമില്ലെന്ന കാരണം ചൂണ്ടിക്കാട്ടി തടഞ്ഞു വച്ചിരിക്കുകയാണ്. പണമില്ലെന്ന് പഞ്ഞം പറയുമ്പോൾ സർവകലാശാലയ്ക്കുള്ളിലെ SBT ബാങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ പേരിൽ 5 കോടി രൂപ കെട്ടിക്കിടക്കുകയാണ്. 2015 ഡിസംബറിലാണ് ഗവർണർ P സദാശിവം കേരള സർവകലാശാലയ്ക്ക് പ്രഥമ ചാൻസലേഴ്സ് അവാർഡ് നൽകിയത്. തുക ലഭിച്ച ഉടനെ സിൻഡിക്കേറ്റിനെ മറികടന്ന് 20 കോടി രൂപയ്ക്ക് ഒരു മൾട്ടിപ്ലക്സ് കെട്ടിയുയർത്താനും അതിന്റെ ആദ്യ ഗഡുവായി 5 കോടി രൂപ അനുവദിക്കാനുമാണ് VC തീരുമാനിച്ചത്. അത്യാവശ്യ കാര്യങ്ങൾക്ക് തുക വിനിയോഗിക്കണമെന്നും VC ഏകപക്ഷീയമായി നിയോഗിച്ച സബ് കമ്മിറ്റിയെ അംഗീകരിക്കില്ലെന്ന് സിൻഡിക്കേറ്റും നിലപാടെടുത്തതോടെ 5 കോടി രൂപ ക്ലാവ് പിടിച്ചു. കഴിഞ്ഞ 3 വർഷമായി 1 രൂപ പോലും ചിലവഴിക്കാതെ പണം പൂത്തുകിടക്കുമ്പോൾ മറുവശത്ത് പണമില്ലാതെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും മുടങ്ങിക്കിടക്കുന്നു. കെടുകാര്യസ്ഥതയുടെ മകുടോദാഹരണമാവുകയാണ് കേരള സർവകലാശാല. ഒരു വശത്ത് പണമില്ലാതെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും മുടങ്ങിക്കിടക്കുമ്പോൾ മറുവശത്ത് പണം വെറുതെ കെട്ടിക്കിടക്കുന്നു. S. ജീവൻകുമാർ, തിരുവനന്തപുരം. ചേർത്തല KVM ആശുപത്രിക്ക് മുന്നിൽ നഴ്സുമാർ നടത്തിവന്ന ഉപരോധ സമരത്തിൽ സംഘർഷം. നഴ്സസ് യൂണിയൻ പ്രസിഡന്റ് ജാസ്മിൻ ഷാ ഉൾപ്പെടെയുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഷാജഹാൻ ചേരുന്നു. ഷാജഹാൻ, ഉപരോധ സമരം എങ്ങനെയാണ് സംഘർഷത്തിലേക്ക് എത്തിയത്? സ്ഥലത്ത് ഇപ്പോഴും സംഘർഷാവസ്ഥ തുടരുകയാണോ? രേഷ്മ, ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരുന്നു ചേർത്തല KVM ആശുപത്രിക്ക് മുൻപിൽ ദേശീയപാത ഉപരോധിച്ചുകൊണ്ട് നഴ്സുമാർ സമരം നടത്തിയത്. കഴിഞ്ഞ 2-3 മാസങ്ങളായിട്ട് ഇവർ സമരത്തിലായിരുന്നു. കരാർ കാലാവധി കഴിഞ്ഞിട്ടും നഴ്സുമാര് കാലാവധി കഴിഞ്ഞ് പിരിച്ചുവിട്ട നഴ്സുമാരെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഇവരുടെ സമരത്തിന്റെ തുടക്കം. എന്നാൽ ഇതിന് മാനേജ്മെന്റ് തയ്യാറാകാതിരുന്ന സാഹചര്യത്തിലാണ് നിരാഹാര സമരത്തിലേക്ക് ഇവർ പോയത്. കഴിഞ്ഞ 3 മാസത്തിലധികമായി സമരം നടന്നു വരികയാണ്. സമരം അടിയന്തരമായി ഒത്തുതീർപ്പാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് ദേശീയപാത ഉപരോധിച്ചത്. ഏതാണ്ട് മണിക്കൂറോളം ദേശീയപാത ഉപരോധം തുടർന്നതിനെ തുടർന്ന് പോലീസ് എത്തി ചർച്ചകൾ നടത്തിയെങ്കിലും ഫലമുണ്ടാകാത്ത സാഹചര്യത്തിലാണ് ഇവരെ ബലം പ്രയോഗിച്ച് നീക്കം ചെയ്തത്. ഇപ്പോൾ സംഘർഷഭരിതമായിട്ടുള്ള സാഹചര്യം ഒന്നും തന്നെ ഈ ചേർത്തലയിലും ഈ പ്രദേശത്തൊന്നും തന്നെ ഇല്ല. പക്ഷേ സമരത്തിൽ ബലം പ്രയോഗിച്ച് സമരക്കാരെ പോലീസ് നീക്കം ചെയ്യുന്നതിനെ തുടർന്ന് 4 പേർക്ക് പരിക്ക് പറ്റിയുണ്ടായി. ഇവർ ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ശക്തമായ സമരവുമായി മുൻപോട്ട് പോകുമെന്നുള്ളതാണ് സമരസമിതി നേതാക്കൾ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ചേർത്തല KVM ആശുപത്രിക്ക് മുന്നിൽ നഴ്സുമാർ നടത്തിവന്ന ഉപരോധ സമരത്തിൽ സംഘർഷം. വാർത്തയുടെ വിശദാംശങ്ങളാണ് ഷാജഹാൻ നൽകിയത്. വാർത്തകളിലേക്ക്. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റായി പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളും ജനറൽ സെക്രട്ടറിയായി KPA മജീദും തുടരും. ചെർക്കളം അബ്ദുള്ള പുതിയ ട്രഷററായി തെരഞ്ഞെടുക്കപ്പെട്ടു. കോഴിക്കോട് ചേർന്ന ലീഗ് സംസ്ഥാന കൌൺസിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ നിലവിൽ വരേണ്ട സംസ്ഥാന കമ്മിറ്റിയാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്. വിഭാഗീയത കാരണം പല ജില്ലകളിലും തെരഞ്ഞെടുപ്പ് നടപടികൾ മുടങ്ങിയതിനാലാണ് സംഘടനാ തെരഞ്ഞെടുപ്പ് 1 വർഷത്തോളം നീണ്ടുപോയത്. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റായി ഹൈദരലി ശിഹാബ് തങ്ങളും ജനറൽ സെക്രട്ടറിയായി KPA മജീദും തുടരും. PKK ബാവയ്ക്ക് പകരം ട്രഷററായി ചെർക്കുളം അബ്ദുള്ളയെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. നിലവിലെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും 2 പേരെ മാറ്റിയാണ് പുതിയ കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത്. അതേസമയം ജനപ്രതിനിധികൾ ഭാരവാഹിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കണമെന്ന നിബന്ധന എടുത്തുകളഞ്ഞു. അവരുകൂടി ഇൻവോൾവ്മെന്റ് ഉണ്ടെന്ന് നല്ലതാണെന്ന് തോന്നി. പാർട്ടി ഡിസ്കഷൻ വന്നു. കാര്യം അവർക്ക് ഒരുപാട് കപ്പാസിറ്റി ഉണ്ട്, കുറേ അനുഭവങ്ങളുണ്ട്, പിന്നെ വളരെ പ്രയോജനപ്പെടുത്താൻ കഴിയുന്നതാണ്. ഓരോ കാലഘട്ടത്തിൽ ഇപ്പോൾ വീണ്ടും ആലോചന വന്നപ്പോൾ MLA സെക്രട്ടേറിയറ്റ് വേണം, ഒരു ഡിസ്കഷൻ എഫക്റ്റീവ് ആവാൻ തോന്നിയപ്പോൾ. യൂത്ത് ലീഗ് മുൻ സംസ്ഥാന അധ്യക്ഷൻ PM സാദിഖ് അലിയും സെക്രട്ടറിമാരുടെ പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നും മാറി ജംബോ സെക്രട്ടേറിയറ്റിനാണ് രൂപം നൽകിയിരിക്കുന്നത്. വനിതാ ലീഗ് അംഗങ്ങളായ ഖമറുന്നീസ അൻവർ, അഡ്വക്കേറ്റ് നൂർബിന റഷീദ്, അഡ്വക്കേറ്റ് KP മറിയുമ എന്നിവർ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായി. സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികളും നിയമസഭാ അംഗങ്ങളും ദേശീയ കമ്മിറ്റി ഭാരവാഹികളും ഉൾപ്പെടുന്ന 63 അംഗ സെക്രട്ടേറിയറ്റിനാണ് കോഴിക്കോട് നടന്ന യോഗം രൂപം നൽകിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.